അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനസ്സിന് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത 2 ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു മകൻ ഉമ്മയുടെ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തി. എങ്ങനെയാണ് ഒരു മകന് ഇത്തരം ഒരു പണി സാധിക്കുന്നത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? ഒരു ഉമ്മ ഒരു മകന് വേണ്ടി, നമുക്കൊക്കെ വേണ്ടി നമ്മുടെ ഉമ്മ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. ഗർഭസ്ഥാവസ്ഥയിൽ ഓരോ ഗർഭിണികളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളൊക്കെ കാണുന്നതല്ലേ? ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു മകന് എങ്ങനെയായിരിക്കും ഒരു ഉമ്മയുടെ കഴുത്തിന് നേരെ കത്തി നീട്ടാനാവുക? വലാത്തക്കുല്ലഹുമാ ഉഫിൻ, അവരോട് ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു വാക്ക് പറയരുതല്ലോ. നമ്മുടെ ഉപ്പനെ ഈ ലോകത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇടങ്ങേറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവെന്ന് അനുഭവിച്ചിട്ടേ നമ്മളൊക്കെ മരിക്കുള്ളൂ. അള്ളാഹു തആല നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ആഫിയത്ത്, ആരോഗ്യം കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഒരു പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതിലാരാണ് വില്ലനാവുന്നത് എന്ന് ചോദിച്ചാൽ അധികത്തിലും ലഹരിയുടെ ആധിക്യം കാണാം. പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ കാണുന്ന കൂട്ടുകാരെ, നമ്മൾ ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു ലഹരി ഉപയോഗത്തിന്റെ കെണിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഉമ്മക്ക് ഈ ഗതി വന്നാൽ, നമ്മൾ നമ്മുടെ ഉമ്മക്ക് നേരെ ഒരു കത്തിയെടുക്കേണ്ട അവസ്ഥ വന്നാൽ, അത്തരത്തിലുള്ള ഒരു ക്രൂരനാക്കി നമ്മളെ ഈ ലഹരി മാറ്റുന്നുവെങ്കിൽ എപ്പോഴോ നമ്മൾ അത് ഒഴിവാക്കേണ്ടതല്ലേ? അത് എടുത്തെറിയേണ്ടതല്ലേ? നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയുമാണ് നമുക്കെല്ലാം. അവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ഉമ്മക്കും ഉപ്പക്കും ദുആ ചെയ്യാത്തവന്റെ ദുആക്ക് പോലും കബൂലിയത്തില്ല എന്നല്ലേ? അത്രമേൽ മാതാപിതാക്കളെ ഗൗനിക്കേണ്ട നമ്മൾ എങ്ങനെയാണ് ഒരു ഉമ്മയെ ഉപ്പയെ വെറുപ്പിക്കുന്നത്, നിസ്സാരപ്പെടുത്തുന്നത്? ലഹരി മുക്തമായ ഒരു നാടിനെ സ്വപ്നം കാണേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ? നാട്ടുകാരും സംഘടനക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്നാൽ ഓരോ നാട്ടിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാനാകും. നമ്മളെല്ലാവരുമാണ് ഈ നാടിന്റെ നന്മക്ക് വേണ്ടി ഇറങ്ങേണ്ടവർ. അപ്പോഴാണ് ഈ നാട്ടിൽ നന്മ ഉണ്ടാകൂ.